എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു 2 മണി മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 മീൻകുഞ്ഞുങ്ങളുണ്ട്, അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി വെക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ അതാ മോള് അതിനെ കാണണമെന്നും പറഞ്ഞ് ഓടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളോത്സവത്തിന് മോളുടെ നിർബന്ധം കൊണ്ട് തന്നെയാണ് ഒരു 4 മീനിനെ വാങ്ങിച്ചത്. 2 പച്ച കളറായിരുന്നേ, അത് രണ്ടും അങ്ങ് ചത്തുപോയി. പിന്നെ ഞാൻ കളറിങ് ചെയ്തോളാൻ പറഞ്ഞ് കൊണ്ടിരുത്തിയതാണേ. സാറ്റർഡേ സൺഡേ ആയാലും കണ്ടോ ടേബിൾ മുഴുവനും നിരത്തി ഇങ്ങനെ ഇടും. മോൻ ഇവിടെ ഇരുന്ന് മാത്രമേ കളിക്കുള്ളൂ. എപ്പോഴും എത്ര പറഞ്ഞാലും കാറുകളെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കടയും വീടും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് മാറ്റണമെന്ന് എന്നോട് പ്രത്യേകം പറയുകയും ചെയ്യും. പുറത്തുപോയി ഒരു കളി കഴിഞ്ഞിപ്പോൾ വന്നതേ ഉള്ളേ. മുടി ഇങ്ങനെ കെട്ടിവെച്ചാൽ എൻ്റെ കഴുത്തിന് വേദന എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഹോർലിക്സ് കുടിച്ചാൽ മുടിയൊക്കെ വളരും എന്നാണ് കൂട്ടുകാരാരോ പറഞ്ഞതെന്ന്. അപ്പോഴാണേ അച്ഛൻ അവിടെ ഉറക്കെ പാട്ട് വെച്ചത്. അച്ഛനും മക്കളും കൂടെ വീട്ടിലിരുന്നാൽ ഇത് തന്നെയാണ് കേട്ടോ, എപ്പോഴും ഉറക്കെ പാട്ട് വയ്ക്കും. തമിഴ് പാട്ടായിരിക്കും കൂടുതലും വെക്കുക. അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുകയും ചെയ്യും കേട്ടോ. പാട്ട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവരാരും കേൾക്കുകയില്ല. മോളാണെങ്കിൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറേ സ്റ്റെപ്പുകൾ കളിക്കുന്നുണ്ട്. ഡാൻസ് മാസ്റ്റർ വിക്രമാണെന്ന് ഞാൻ പറയുമായിരുന്നു. ഒരാളൊന്ന് തുടങ്ങിയാൽ പിന്നെ അടുത്ത ആൾ അത് ഏറ്റുപിടിക്കും. ഒരാളായിട്ട് അടങ്ങിയിരിക്കില്ലല്ലോ. പിന്നെ മോനെ ഞാൻ പഠിക്കാനിരുത്തിയേ. സാറ്റർഡേ വൈകിട്ട് ഞങ്ങൾ ഫിലിം കാണാൻ പോയായിരുന്നേ, സർവമായ. അപ്പോൾ അവൻ എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഇത്തിരി നേരം പഠിച്ചോട്ടെ എന്ന് കരുതി. അല്ലേ പിന്നെ രാത്രിയാകുമ്പോൾ ഞാൻ തന്നെ ഇരുത്തി പഠിപ്പിക്കണമല്ലോ. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനൊന്ന് വേഗം എഴുതിക്കേ, ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എഴുതിക്കേ എന്ന് പറഞ്ഞപ്പം അമ്മ ക്വസ്റ്റ്യൻ എഴുത്, എന്നിട്ട് ഞാൻ അതിൻ്റെ ആൻസർ എഴുതി തരാം. പിന്നത് ഞാൻ അവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻസ് എഴുതി കൊടുക്കുവാണ്. ഒരാൾ അടങ്ങിയിരിക്കുന്നത് അടുത്ത ആൾക്ക് പിടിക്കുകയില്ല. അവളൊരു ബലൂണും കൊണ്ട് ഓടി വന്നിരിക്കുകയാണ് കേട്ടോ കളിക്കാൻ. രണ്ടുപേരും കൂടി ഇനി അതിന് പിടുത്തവും വലിയാണേ. മോൾക്ക് എങ്ങനെയെങ്കിലും അവനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണം കളിക്കാൻ വേണ്ടി. ഞാനിവരെ പഠിക്കാനിരുത്തുമ്പോൾ എപ്പോഴും പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ആണെന്നാ. 2 പേർക്കും 2 സൈഡിലുമായിട്ട് ചെയർ ഇട്ടിരുത്തിയിട്ട് സെന്ററിൽ ഞാനും കൂടി ഇരിക്കും. അങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ മോൾക്ക് അധികം എഴുതാനും പഠിക്കാനും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ മോളെ അവിടെ നിന്ന് അങ്ങ് മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോഴേ മോനിങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുത്തൊക്കെ നിർത്തിയിട്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം. ഇപ്പോൾ എല്ലാവരും വിശക്കുന്നേന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. ഭയങ്കര വലുപ്പത്തിലുള്ളതല്ല, ചെറുത്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് കേട്ടോ ഈ പഴം തന്നത്. അവിടെ പഴമൊന്നും കഴിക്കാൻ ആരും ഇല്ലെന്നും പറഞ്ഞ് ആദ്യം കുറച്ച് തന്നായിരുന്നു, പിന്നെയും കുറച്ചും കൂടെ കൊണ്ട് തന്നു. അപ്പോൾ ഈ ആഴ്ച മുഴുവൻ പഴത്തിൻ്റെ അഭിഷേകമായിരുന്നു ഇവിടെ. സാധാരണ ഈ പഴം കൊണ്ട് അടയോ ഇലയടയോ ഒക്കെ ഉണ്ടാക്കുന്നത്. പഴം കുറേ ഇരുന്നത് കൊണ്ട് ഞാനൊരു 4-5 പഴം അങ്ങ് എടുത്തിട്ടുണ്ടേ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാത്ത അമ്മമാരെ കാണത്തില്ലല്ലോ. പിന്നെ പഴത്തിൻ്റെ കൂടെ ഗോതമ്പ് പൊടിയും തേങ്ങ ചിരണ്ടിയതും ശർക്കര പാനിയും എല്ലാം കൂടെ കുഴച്ച് ആവശ്യത്തിന് ഉപ്പും ഒരിത്തിരി സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ചങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ പാത്രമൊക്കെ കഴുകി കമത്തി വെച്ചിരിക്കുന്ന ആ ഡിഷിനകത്തായിരുന്നു കേട്ടോ ചീനച്ചട്ടി ഇരുന്നത്. അതെടുത്ത് ഞാൻ ഗ്യാസ് സ്റ്റൗവിലോട്ടൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഡിഷ് നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, അതെല്ലാം നമുക്കൊന്ന് പിറക്കി വെക്കാം. ഈ ഭാഗം, അതായത് ഈ ഡിഷിൻ്റെ അകം എപ്പോഴും ഇങ്ങനെ അക്ഷയപാത്രം പോലെ നിറഞ്ഞിരിക്കും. അത് പ്രത്യേകിച്ച് എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസം. അപ്പുറത്തെ കിച്ചണിലേക്ക് ഈ പാത്രമൊക്കെ ഒന്ന് മാറ്റി വെച്ചാലും പിന്നെയും വെക്കാനും എടുക്കാനും നമുക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ തന്നെ ആകുമ്പം ഇതെല്ലാം അടുക്കി വെക്കാനും എളുപ്പത്തിന് എടുക്കാനും ഒക്കെ ഇവിടെയല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കി വെച്ചു. ഇനി നമുക്ക് ഓരോരോ ബോണ്ടകളായിട്ട് ഇട്ട് തുടങ്ങാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ബോളുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ മക്കൾക്ക് ഇങ്ങനെ ബോണ്ട പോലെ അല്ലെ പഴം കൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാണ്. പക്ഷെ മൂത്ത ആൾക്ക് ചെറിയ പഴം കഴിച്ചാൽ തൊണ്ട ചൊറിയുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇന്നാണെങ്കിലും എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളൂല്ലോ എന്ന് കരുതിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് പഴം കൂടുതലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. ഈ സമയം കളിക്കാൻ പോയ ആൾക്കാർ വഴക്കുണ്ടാക്കി വന്നിട്ടുണ്ട് കേട്ടോ. മോനാണെങ്കിൽ ബോൾ അടിച്ച് അടുത്ത വീട്ടിലെ മോൻ്റെ മുഖത്ത് കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് മോൾ ഓടി വന്ന് എന്നോട് പരാതി പറഞ്ഞു. എടുക്കത്തില്ല. എന്റെ ഫ്രണ്ട് ഇസബെല്ലാണ്.
ഇപ്പോൾ ഈ ഭയങ്കര വെയിലുമാണ് പൊടിയുമാണ്. പക്ഷെ ഇവർ പുറത്തുനിന്ന് കയറത്തേ ഇല്ല. ഭയങ്കര ബോൾ കളിയൊക്കെയാണ് പുറത്ത് കിടന്ന്. പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓരോരുത്തരും വന്ന് കഴിക്കാൻ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. ഇത്രയാണിപ്പോൾ ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ സ്നാക്സിനും കൂടി ഇത് കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കി ഉണ്ടാവുമോ എന്തോ. പിന്നെ ഞാൻ മുറ്റം തൂക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണേ. ബാക്കിലാണിത്. അവിടെ ഞാൻ നോക്കിയപ്പം നല്ല വെയിൽ. പിന്നെ ഫ്രണ്ടിലത്തെ മുറ്റത്തേക്ക് പോയി. ഞാൻ പറഞ്ഞല്ലോ തലേന്ന് സർവ്വമായ ഫിലിം കാണാൻ പോയതുകൊണ്ട് എനിക്ക് തൂക്കലൊന്നും നടന്നില്ല. രാവിലെയും പിന്നെ ലേറ്റ് ആയതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതേ ഇല്ല. അതുകൊണ്ട് ഇപ്പം എല്ലാ വശവും 4 വശവും തൂക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ പിന്നെ രാവിലെയും വൈകിട്ടുമായിട്ട് ഫ്രണ്ടും ബാക്കും മാറി മാറിയാണ് തൂക്കലേ. ആ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ തൂത്ത് കഴിയുമ്പോൾ സിറ്റ് ഔട്ടിൽ 1-2-3 മിനിറ്റ് ഇരിക്കും. നടുവിനൊരു റെസ്റ്റ്. മുത്തേ കണ്ടോ, ഇവർ രണ്ടുപേരും കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാ ഓടിപ്പോകുന്നതെന്ന് പേടിയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കണം ഇവരെവിടെയാണ് ഈ പോയി നിൽക്കുന്നതെന്നറിയാൻ. മോനാണെങ്കിൽ സൈക്കിളിൽ ഇങ്ങനെ ചുറ്റി നടക്കും. മോൾ ആ പുറകെ ഓടുകയാണ് ചെയ്യുന്നത്. പിന്നെ ദാ ആ ബന്ധിച്ചെടിയില്ലേ, കഴിഞ്ഞ ഓണത്തിന് അത്തപ്പൂ ഇട്ടതിൻ്റെ പൂക്കളെല്ലാം വാരിക്കൊണ്ടിട്ട് ഉണ്ടായതാണ്. കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അമ്മയാണ് കേട്ടോ കുറച്ച് പറിച്ചിട്ട് അതിങ്ങനെ വരി വരിയായിട്ട് നട്ടുവെച്ചത്. കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അത് ചെറുതായിരിക്കുമ്പോൾ മോൻ ഇങ്ങനെ സൈക്കിളൊക്കെ കയറ്റി അത് കുറച്ചൊക്കെ അങ്ങ് പോയി. ഈ സമയത്ത് ഇപ്പോൾ കാറ്റൊക്കെ ഉള്ളത് കൊണ്ടേ ആ റബ്ബറെല്ലാം മുഴുവനും പറന്നിങ്ങെത്തും. ഇതാ ഇപ്പോഴാണ് മോൻ സൈക്കിൾ ചവിട്ടൊക്കെ കഴിഞ്ഞ് വരുന്നത്. രണ്ടുപേരും കൂടി നിന്ന് അവിടെ എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിക്കുക. ഞാൻ അവിടെ തീ കത്തിക്കായിരുന്നു ആ കരിയിലേക്ക്. ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാവേ. ഞാൻ കത്തിച്ചിട്ട് മോനോട് കയറി പോരാൻ പറഞ്ഞെങ്കിൽ പോകുന്നതാണ് കേട്ടോ. അവൻ പയ്യെ മണ്ണ് വാരി ആ തീയിലേക്കിട്ട് അത് കെടുത്തുവാണ്. എവിടെ ആളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയതായിരുന്നു. ഇത് അമ്മ വൈകിട്ടത്തേക്കുള്ള ചേമ്പ് പുഴുങ്ങാൻ വേണ്ടി അത് ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കത്തി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാളെയും കുളിപ്പിച്ച് അവർക്ക് ചായയും പാലും ഒക്കെ എടുക്കുകയാണേ. മോക്കാണെങ്കിൽ എപ്പോഴും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ പാൽ കിട്ടണം. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ പാലൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ഇവരെ കുളിപ്പിക്കുക. അപ്പോഴേക്കും വരുമ്പം തണുത്തിരിക്കുമല്ലോ. പിന്നെ ഇപ്പോൾ അച്ഛന് വേണമെന്നും പറഞ്ഞ് അവളൊരു പാത്രത്തിലിട്ട് കൊണ്ടുപോകുന്നുണ്ടേ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. മോൾക്ക് മാത്രം പാലും ബാക്കി എല്ലാവർക്കും ബ്രൂവാണ് ഇട്ടത്. അമ്മ പിന്നെ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാറില്ല. പിന്നെ ഇതൊന്ന് തണുപ്പിച്ച് കൊടുക്കാനാണ് ഏറ്റവും പാട്. മോൾക്ക് നന്നായിട്ട് തണുത്ത് പച്ചവെള്ളം പോലെ ഇരിക്കണം. മോൻ അത്യാവശ്യം ചൂട് കുടിക്കും. ബാക്കി എല്ലാവർക്കും ചൂടോടെ കൊടുക്കാം. എന്നാലും മോൾക്ക് ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വന്ന് ബഹളം വെക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് മോൾ എന്നോട് പറഞ്ഞത് എങ്കിൽ ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അമ്മയ്ക്കൊരു 6 കൈ കൊടുക്കാൻ വേണ്ടിയെന്ന്. അത് പറയുന്നത് ചേട്ടനോടാണ് കേട്ടോ. ശ്രീകുട്ട നമുക്ക് ദൈവത്തോട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. മൂത്തയാളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചാണ് ചായ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞത്. അവൻ അവിടെ വന്ന് നിന്ന് ചായയൊക്കെ മേടിക്കുകയാണ്. എന്നിട്ട് ഒരു പാത്രം കഴുകി മേടിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരാതെ. മോൾ ആ സമയം അവിടെ വന്ന് നിന്നിട്ട് പിണങ്ങി അങ്ങ് പോയേ. ഇനി വീണ്ടും ഇവിടെ കഴുകാനായിട്ട് പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടും. ഓരോരുത്തർ ചായ കുടിച്ചതും കഴിച്ചതും എല്ലാം ഇവിടെ കൊണ്ടുവയ്ക്കുമല്ലോ. ഇപ്പം ദാ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം ചേമ്പ് തിളച്ച് പൊങ്ങുന്നുണ്ടായിരുന്നു. അത് ഞാൻ വെന്തോന്നൊന്ന് നോക്കുവാണേ. വേവാറായി ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആകണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും അവിടെ അടച്ചു വെച്ചു. പിന്നെ വിളക്ക് വയ്ക്കലൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടി വിയിൽ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടായിരുന്നു കേട്ടോ. മഴവിൽ മനോരമയിൽ അവാർഡ് കിട്ടിയതായിരുന്നല്ലോ. അപ്പം ഞാനിത് കുറച്ച് ദിവസമായിട്ട് പരസ്യം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായോന്ന് വെച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ആയി എന്ന് പറഞ്ഞ് ഞാനൊന്ന് ഓടിപ്പോയി നോക്കുമായിരുന്നു. ഈ സമയത്ത് ചേമ്പ് വെന്തു എന്ന് പറഞ്ഞ് അമ്മ വിളിച്ച് പറഞ്ഞു. ഞാൻ വന്നപ്പോഴേക്കും അമ്മ അതങ്ങ് എടുത്തു. പക്ഷെ നല്ല ചൂടായിരുന്നു കേട്ടോ. അമ്മയുടെ കൈ പൊള്ളാൻ തുടങ്ങുമായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചതങ്ങ് വാർത്തിട്ടു. ഞങ്ങൾക്ക് രാത്രിക്കത്തേക്ക് ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തി പൊടിയും കൂടിയാണ് കേട്ടോ. ഉണക്കമീൻ വെച്ച് ചമ്മന്തി പൊടിച്ചതാണേ. പിന്നെ മക്കൾക്കാണെങ്കിൽ ചോറ് ഇരിപ്പുണ്ട്. പിന്നെ രാവിലത്തെ ചപ്പാത്തിയും കറിയും ഇരിപ്പുണ്ട്. എന്താണെങ്കിലും കഴിക്കാമല്ലോ. അവരെന്തായാലും ചേമ്പൊന്നും കഴിക്കില്ല. പിന്നെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഒരു ഗ്ലാസ് കാപ്പി എടുത്തുകൊണ്ടാണ് വന്നത്. ഇത് അവിടെ ഇരുന്ന് സമാധാനത്തോടെ കാപ്പിയും കുടിച്ച് ഫിലിമും കണ്ടിരിക്കുകയാണ്. സമയം 6:30 ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ എന്തായാലും മക്കൾ ബഹളം തുടങ്ങും. അവരുടെ അടുത്ത കളി ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ.